നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഹലോ പൂജ. സർ, പൂജ കേസന്വേഷണത്തിന് പുറകെയാണെന്ന് നന്ദൻ സാർ പറഞ്ഞറിഞ്ഞു. എന്തായാലും അഭിനന്ദനങ്ങൾ പൂജ, ഗ്രേറ്റ്. ഞാനായാൽ പോലും അന്വേഷണം തൊഴിലിന്റെ ഭാഗമാ. പൂജയ്ക്കിതിപ്പോ ജീവിതമാ. അതുകൊണ്ട് തന്നെ മറ്റാരും കാണിക്കാത്ത ആത്മാർത്ഥത പൂജ ഇതിൽ കാണിക്കും. താങ്ക് യു സർ. ഞാനിന്ന് അജുവേട്ടനെ കണ്ടു. പരോളിന്റെ പേപ്പറൊക്കെ ഒപ്പിട്ട് വാങ്ങി. അതൊക്കെ ഞാൻ അറിഞ്ഞു. ജയിൽ സൂപ്രണ്ട് വിളിച്ചിരുന്നു. തീർച്ചയായും പൂജയ്ക്ക് അർജുനെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. പൂജയ്ക്ക് സാധിക്കുന്നല്ല, പൂജയ്ക്കേ സാധിക്കുന്നോ പറയേണ്ടത്. പൂജയുടെ ശ്രമം ഉറപ്പായിട്ടും ഫലം കാണും. താങ്ക് യു സർ. സർ, ഞാനിപ്പോ സാറിനെ വിളിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. എന്താ പൂജ? ഇന്നിപ്പോ വീട്ടിലൊരു കൊറിയർ വന്നു. അമ്മയാണ് പൊട്ടിച്ചത്. അതിലൊരു ഡോളും അതിന്റെ കൂടെ ഒരു ഭീഷണിക്കത്തും ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കുഞ്ഞിന് ആപത്താന്നൊക്കെയാ കത്തിൽ. ഞാനത് നിസ്സാരമായിട്ട് കളഞ്ഞു. പക്ഷേ അമ്മയ്ക്കൊരു പേടി. ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കണ്ട, എന്നാ അവഗണിക്കാൻ വേണ്ട. ഇനി എന്തായാലും ഉണ്ടാവും ഒരുപാട് ഭീഷണികൾ. ഒന്നിലും തളർന്നു പോകരുത്, പേടിക്കുകയും ചെയ്യരുത്. ഇല്ല സർ, എനിക്കിപ്പോ തളർച്ചയും പേടിയും ഒന്നുമില്ല. മാത്രമല്ല വല്ലാത്ത ധൈര്യവും തോന്നുന്നു. എന്ത് ആവശ്യമുണ്ടെങ്കിലും ഏത് സാഹചര്യത്തിലും ഞാൻ കൂടെ ഉണ്ടാവും. അന്വേഷണത്തിൽ നേരിട്ട് ഇടപെടാൻ പറ്റില്ല, അറിയാലോ. കേസിൽ നിന്ന് എന്നെ മാറ്റി നിർത്തിയിരിക്കുക. അറിയാം സർ. പക്ഷേ സാറിന്റെ സഹായം എനിക്കും അജുവേട്ടനും അത്യാവശ്യമാ. ഇപ്പൊ തന്നെ ഞാൻ സാറിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ബുദ്ധിമുട്ടോ? ഇതെന്റെ സ്വന്തം കാര്യമല്ലേ. താങ്ക് യു സർ. ഞാൻ ഈ ഭീഷണിക്കത്തും ഡോളും അതെന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യ്, ജോർജ് കുട്ടിയുടെ കൈ കൊടുത്ത് സ്റ്റേഷനിലെത്തിക്കുക. എന്തായാലും ഒരു പരാതി മെയിൽ ചെയ്തേക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം.